ബ്ലാക്ക് 2004 റിലീസായ മമ്മൂക്കയുടെ ഒരു ഡാർക്ക് പടമായിരുന്നു ബ്ലാക്ക്. അതില് മമ്മൂക്കയുടെ ക്യാരക്ടർ ആയിട്ടുള്ള ഷൺമുഖൻ, കരിക്കാമൂർ ഷൺമുഖനായിട്ട് മമ്മൂക്ക വീണ്ടും വരാൻ പോവുകയാണ്. ഒരു സെക്കൻഡ് പാർട്ട് ഒന്നുമല്ല, ഇത് വേറൊരു പരിപാടിയാണ്. ഡയറക്ടർ രഞ്ജിത്തിന് തന്നെ ഒരു ഗാങ്സ്റ്റർ ത്രില്ലർ സിനിമയിൽ ബ്ലാക്കിലെ കരിക്കാമൂർ ഷൺമുഖൻ എന്ന ക്യാരക്ടറായി മമ്മൂക്ക ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ വരും. പടത്തിന്റെ തിരക്കഥ ഉദയ് കൃഷ്ണയാണ്. പടത്തിൽ ഇപ്പൊ മമ്മൂക്ക ജോയിൻ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. L365 ലാലേട്ടന്റെ 365ാമത്തെ പടം. തുടർ സിനിമയ്ക്ക് ശേഷം തരുൺ മൂർത്തിയാണ് ഈ പടം ഡയറക്ട് ചെയ്യുന്നത്. പടത്തിൽ ലാലേട്ടൻ ഒരു പോലീസ് ഓഫീസറായാണ് എത്തുന്നത്. ലാലേട്ടൻ്റെതായി അടുത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പടം ഇതാണ്. പടത്തിന്റെ ഷൂട്ട് ജനുവരി 23 ആരംഭിക്കും. ദൃശ്യം 3 ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്യുന്ന ദൃശ്യം ഫ്രാഞ്ചൈസിലെ 3ാമത്തെ പടമാണ് ദൃശ്യം 3. ഇപ്പോ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് പടത്തിന്റെ റിലീസിന്റെ ഭാഗത്തു നിന്നാണ്. ദൃശ്യം 3 ഈ ഏപ്രിലിൽ വേൾഡ് വൈഡായി റിലീസിനെത്തും. പിന്നെ അടുത്തത് എല്ലാ വർഷവും മുടങ്ങാതൊരു പടത്തിന്റെ അപ്ഡേറ്റ് വരും. ആ അപ്ഡേറ്റ് ഈ വർഷം എത്തിയിട്ടുണ്ട്. GVMന്റെ ധ്രുവ നക്ഷത്രം ഈ വർഷം തന്നെ റിലീസ് ഉണ്ടായിരിക്കും. ലോകേഷ് കനകരാജ് 7 ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന 7ാമത്തെ പടം. പടം ഒഫീഷ്യലായിട്ട് നേരത്തെ അനൗൺസ് ചെയ്തിരുന്നതാണെങ്കിലും അത് കൈതീറ്റു അല്ല. നിലവിൽ കൈതീറ്റുവിന്റേതായി ആരംഭിച്ചിരുന്ന വർക്കുകളെല്ലാം നിർത്തിവെച്ചു. കൈതീറ്റു പിന്നെയും നീട്ടി. പ്രൊഡക്ഷന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും ലോകേഷ് കനകരാജുമായിട്ടുള്ള ചില ക്രിയേറ്റീവ് ഡിഫറൻസുകളും കാരണം കൈതീറ്റു ഇപ്പൊ വീണ്ടും പതിവ് പോലെ അടുത്ത പടത്തിന് ശേഷം എന്ന നിലയിലേക്ക് മാറ്റിവെച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോ ലോകേഷ് കനകരാജ് അടുത്ത സംവിധാനം ചെയ്യാൻ പോകുന്ന പടം ഒരു തമിഴ് പടമല്ല, ഒരു തെലുങ്ക് പടമാണ്. ലോകേഷ് കനകരാജ് ഡയറക്ഷനിൽ വരുന്ന 7ാമത്തെ പടത്തിലെ നായകൻ അല്ലു അർജുനാണ്. പ്രോജക്റ്റ് ഇപ്പോ ഏറെക്കുറെ കൺഫേം ആയി. അനിരുദ്ധാണ് പടത്തിന്റെ മ്യൂസിക് ഒക്കെ. പടത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഈ മാസം ഉണ്ടായിരിക്കുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. സൂര്യ 46 സൂര്യ നായകനാക്കി വെങ്കിയാത്തുലൂർ ഡയറക്ട് ചെയ്യുന്ന ഫീൽ ഗുഡ് പടമാണ് സൂര്യ 46. ഈ പടത്തിന്റെ ഷൂട്ടും നിലവിലിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പടത്തിന്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റുകളും വൈകുന്നത്. ഇതൊരു ഫീൽ ഗുഡ് പടമാണെങ്കിലും ഇതിലും ചില സർപ്രൈസുകളുണ്ട്. അതായത് ഒരു പടത്തിൽ മിസ്സായ ഒരു കോംബോ ചിലപ്പോ ഈ പടത്തിൽ കിട്ടും. ഇപ്പോ ശിവകാർത്തികന്റെ പരാശക്തി സിനിമയുടെ അപ്ഡേറ്റ്സും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ നമ്മുടെ സൂര്യ ഫാൻസിന് ഒരു ചെറിയ വിഷമം കാണും. കാര്യം ഈ പടത്തിന് വരുന്ന ഇൻസൈഡ് റിപ്പോർട്ടൊക്കെ വൻ ഹൈ ആണ്. ഇത് ശരിക്കും സൂര്യൻ ദുൽഖറിനെ വെച്ച് അനൗൺസ് ചെയ്ത പുരനാണൂർ എന്ന് പറയുന്ന സിനിമയായിരുന്നല്ലോ. ഷൂട്ട് തുടങ്ങുന്നതിന് 2-3 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഈ പടം ഡ്രോപ്പ് ആവുന്നത്. പിന്നെ സൂര്യ പടത്തിൽ നിന്ന് പിന്മാറിയ കാര്യമൊക്കെ അറിയാലോ. ഒരു പക്ഷേ സൂര്യൻ ദുൽഖറുമാണ് ഈ പടം ചെയ്തിരുന്നെങ്കിൽ ഈ പടത്തിന്റെ ലെവൽ തന്നെ മാറിയേനെ. പടം കേരളത്തിലും കത്തി കയറിയേനെ. രണ്ടുപേർക്കും കിടിലൻ കംബാക്കും കിട്ടും. പക്ഷെ മിസ്സായിപ്പോയി. ആറ്റുനോട്ടിരുന്ന് കിട്ടിയ ഡെഡ്ലി കോംബോയും മിസ്സായി. പക്ഷെ അവിടെ മിസ്സായത് ചിലപ്പോ ഇവിടെ കിട്ടും. അതായത് സൂര്യ 46 കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ വരുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് സൂര്യ 46 ഒരു ഫീൽ ഗുഡ് പടം എന്നതിനപ്പുറം അതിലൊരു ഫാന്റസി എലമെന്റ് ഉണ്ട്. ആ ഫാന്റസി എലമെന്റിൽ സൂര്യ 46 ദുൽഖർ സൽമാൻ ഒരു ക്യാമിയോ അപ്പിയറൻസ് നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോക ചാപ്റ്റർ 2 ചാത്തൻ. ടൊവിനോ തോമസിന്റെ ലീഡിൽ ഡൊമിനിക് അരുൺ ഡയറക്ട് ചെയ്യാൻ പോകുന്ന സിനിമയാണ് ലോകയുടെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചാത്തൻ. ഈ ഫ്രാഞ്ചൈസിലെ ഏറ്റവും വലിയ സിനിമയാണ് ലോക 2. ടൊവിനോ മൾട്ടിപ്പിൾ റോളിൽ വരുന്ന സിനിമയാണ്. കൂടാതെ ദുൽഖർ സൽമാൻ, മമ്മൂക്ക, ക്യാമിയോ, അങ്ങനെ ഒരുപാട് വലിയ പരിപാടികളുള്ള സിനിമയാണ് ലോക ചാപ്റ്റർ 2. ഇപ്പോ ലോക 2ന്റെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. 2026 അതായത് ഈ വർഷം അവസാനത്തോടു കൂടി പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും. അങ്ങനെ 2027 ഓണത്തിന് ലോക 2 റിലീസ് ആവും എന്നാണ് അപ്ഡേറ്റ് വരുന്നത്. ജനനായകൻ. ദളപതിയുടെ ജനനായകൻ റിലീസിന് ഇനി വെറും 3 ദിവസം മാത്രം ബാക്കി. പക്ഷെ പടം ഇപ്പോ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം പടത്തിന്റെ സെൻസർ കഴിഞ്ഞിട്ടും ഇതുവരെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഡിസംബർ 18 പടം സെൻസർ ബോർഡിന് അയക്കുന്നത്. അങ്ങനെ പടത്തിന്റെ ആദ്യത്തെ സെൻസറിൽ പടം A സർട്ടിഫൈഡ് ആയിരുന്നു. കാരണം പടത്തിൽ വയലൻസ് ജാസ്തി, പിന്നെന്തോ ജാതീയതയോ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 26 വീണ്ടും പടം റീസെൻസറിന് കൊടുത്ത് പടത്തിൽ നിന്നും വയലൻസ് ഒക്കെ നീക്കം ചെയ്ത് UA വാങ്ങിയിട്ടും ഇതുവരെ പടത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് നൽകിയിട്ടില്ല. അങ്ങനെ ഇത് കാരണം പടത്തിന്റെ പ്രൊഡക്ഷൻ ടീം തമിഴ്നാട് ഹൈക്കോടതിയിൽ ഒരു പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതിയുടെ ഹിയറിംഗ് നാളത്തേക്ക് തള്ളി. സോ നാളെയാണ് ഡെഡ് ലൈൻ. നാളെ ഒരു 3 മണിക്ക് മുമ്പ് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പടത്തിന്റെ റിലീസ് വരെ മാറ്റി വെക്കേണ്ടി വരും. ഇനി ജനനായകനെ പറ്റി പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നാലെ വരുന്നുണ്ട്.